ഹായ് ഫ്രണ്ട്സ്, അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു പ്രോബ്ലമാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണെന്ന് നോക്കാം. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക 99 ആയാൽ ഇതിന്റെ ആറാം പദം എത്രയാണ്? 4 ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക നമുക്ക് 99 ആണ് എന്ന് തന്നിട്ടുണ്ട്. സമ്മ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലെ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഇതില് ഈ 11 പദങ്ങളിലെ ആറാമത്തെ പദം ഏതായിരിക്കും വരിക? 9 ആണോ, 11 ആണോ, 10 ആണോ, 6 ആണോ? അതാണ് ചോദ്യം. അപ്പൊ ഈ 6 എന്ന് പറയുന്നത് ഈ 11 പദങ്ങളുടെയും മധ്യപദമായിട്ടല്ലേ വരുന്നത്? 6 എന്ന് പറയുന്നത് ഈ 11 പദങ്ങളുടെയും എവിടെയാണ്? നടുക്കത്തെ പദമായിട്ടാണ് വരുന്നത്. അപ്പൊ മധ്യപദം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള ഫോർമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മധ്യപദം ഈക്വൽ ടു n പദങ്ങളുടെ തുക, അത് നമുക്ക് തന്നിട്ടുണ്ട് 980 ആണെന്ന്, ഡിവൈഡഡ് ബൈ എണ്ണം. എത്ര പദങ്ങളാണ് ആ ഒരു സമാന്തര ശ്രേണിയിലുള്ളതെന്നും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ ആണെങ്കിൽ 11. അപ്പം 99/11 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും. ഓക്കെ അല്ലേ? അപ്പം മധ്യപദം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? പദങ്ങളുടെ തുക n പദങ്ങളുടെ തുക എന്ന് പറയുമ്പോൾ ഇവിടെ 11 പദങ്ങളുടെ തുക 99 ആണ്. അതേ ഡിവൈഡഡ് ബൈ എണ്ണം എന്ന് പറയുമ്പോൾ 11. എത്രയാ വരിക? 9 അല്ലേ ആൻസർ. സോ ആൻസർ ഓപ്ഷൻ എ ആണ്, 9 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഫോർമുല എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. മധ്യപദം കാണാൻ പറഞ്ഞാൽ n പദങ്ങളുടെ തുക ഡിവൈഡഡ് ബൈ എണ്ണം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.